അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മണിയായപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് കോഴിക്കോടുള്ള ആർ പി മാളിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടൽ ബുഹാരി കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. അപ്പം അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ നോർമലായിട്ട് മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ടേസ്റ്റും അവിടുത്തെ ടേസ്റ്റിലും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. നോർമലായിരുന്നു. അവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ടായിരുന്നൊരു കടയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും അത് തന്നെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബസ് സ്റ്റാൻഡിലോട്ട് മാറി നിന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ ചെയ്ത് നമ്മൾ നേരെ ആപ്പി മാളിലോട്ട് പോയി കേട്ടോ. അവിടെ നമ്മൾ ലിഫ്റ്റിൽ കയറി 3rd ഫ്ലോറിലായിരുന്നു എഡ്യൂ ഫ്ലോറിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ കയറി അവിടുത്തെ സാറിനെയൊക്കെ കണ്ട് സംസാരിച്ചു. പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. എന്താ കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. എന്നിട്ട് നമ്മൾ കോഴിക്കോട് വന്ന് അൽവ വാങ്ങാതെ എങ്ങനെ പോകുന്നത്? അപ്പോൾ തൊട്ടടുത്തൊരു അൽവ കടയിൽ കയറി അൽവ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ബസ് നമുക്ക് കിട്ടുമോയെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ കണ്ടക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു അവിടെ ആർ പി മാളിൻ്റെ ഫ്രണ്ടുണ്ട്, അങ്ങോട്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ്സൊക്കെ കയറി അസൂഷ്യൽ ബസ്സിൽ കയറി നമ്മൾ നല്ല തീറ്റി ഉണ്ടായിരുന്നു. ലേസും കൊണ്ടുപോയ ജ്യൂസൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോഴത്തേനും അമ്മ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥലം എനിക്ക് എവിടെയാണെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മൾ അവിടെ കയറി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പൊരി വെയിലായിരുന്നു. അങ്ങനെ വെയിലത്ത് നമ്മൾ തലേ തുണിയൊക്കെ മൂടിയിട്ട് അങ്ങനെ ഇരുന്നു. വിൻഡോ സീറ്റ് കിട്ടണമെന്ന് കാത്തിരുന്നു. വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ അടിപൊളി വെയിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കണ്ട് നമ്മൾ അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പള്ളി കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മുസ്ലിമിൻ പള്ളിയായിരുന്നു, പക്ഷേ ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയിൽ അവരുടെ ഹോട്ടലിൻ്റെ അവിടെ നിർത്തി നമ്മൾ രാത്രിത്തെ ഫുഡും കഴിച്ചു. നേരെ വിട്ടു കൊട്ടാരക്കരയിലോട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10-11 മണിയായപ്പോഴത്തേനും കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് കാറെടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ